ടെക് ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളിൽ ഓക്കെ ഏകദേശം എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്. ആദ്യം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യം ഒരു 5-8 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിറങ്ങുക. അതിനുശേഷമാണ് അതിന്റെ ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കുക. അപ്പോഴേക്ക് ഏകദേശം അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ നടക്കലാവാൻ പറ്റില്ല കാര്യമല്ല എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുക. അപ്പോഴേക്കും നല്ലൊരു സമയവും കാശും പോയിട്ടുണ്ടാവും. താങ്കൾ നേരെ റിവേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. ആദ്യം ഒരു കസ്റ്റമർ ഉണ്ടാക്കി ഏതൊക്കെയാണ് നിലവിൽ അങ്ങനെ അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡീൽ പറഞ്ഞിട്ടുള്ള? ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ 1-2 മെട്രോ ആയിട്ട് നമ്മൾ സംസാരിച്ച് ഓൾമോസ്റ്റ് ഡീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നത്. കാരണം അതിന്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് ആദ്യം പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ 2 മെട്രോ സ്റ്റേഷൻസിൽ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവർ ഓൾമോസ്റ്റ് ഓക്കെയാണ്, അഡ്വർടൈസ്മെന്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഓക്കെയാണ് അവർ ചെയ്യാൻ. എന്നിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. വെറുതെ ഐഡിയ ഉണ്ട്,